തമിഴ്നാട്ടിൽ ജീവിക്കാനായിട്ട് കോസ്റ്റ് ഓഫ് ലിവിങ് റിലേറ്റീവ്ലി കുറവാണ്. അത് ഇവിടുത്തെ എക്കോണമി, അഗ്രികൾച്ചറും ഇൻഡസ്ട്രീസും ഡ്രിവൺ ആയിട്ടുള്ള ഒരു എക്കോണമി ആയതുകൊണ്ട് മാത്രമല്ല, സമൂഹത്തിന്റെ എല്ലാ തട്ടിലുള്ള ആളുകളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് എടുക്കുന്ന ചില പോസിറ്റീവ് നിലപാടുകളും കൂടിയാണ്. എനിക്ക് തമിഴ്നാടായിട്ടുള്ള കണക്ഷൻ എന്റെ ഭാര്യ വഴിയാണ്. ആൻഡ് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരുപാട് ബെനിഫിറ്റ്സിന്റെ ഉപഭോക്താക്കളും കൂടിയാണ് ഞങ്ങൾ. ഈ അടുത്ത് ഒരു 2.5 ലക്ഷത്തോളം രൂപ ലാഭം ഉണ്ടായ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനം അപ്ഗ്രേഡ് ചെയ്യണമെന്ന് കുറച്ച് നാളായി ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ചു തുടങ്ങി. എടുക്കുന്ന മോഡൽ ഏതായാലും അത് കേരളത്തിൽ നിന്ന് തന്നെ വാങ്ങിക്കണം എന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രിഫറൻസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ട്രാവലിംഗ് നേച്ചറൊക്കെ നോക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ശരിക്കും ഒരു 7 സീറ്റർ SUV ആണ് ഡിസേർവ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം കാനഡയിലെ ഒരു ഇലക്ട്രിക് കാർ യൂസർ എന്ന നിലയിൽ അതിന്റെ ഗുണങ്ങളൊക്കെ നേരിട്ട് അറിയുന്നത് കൊണ്ട് വീട്ടിലേക്ക് ഒരു ഇലക്ട്രിക് കാർ വാങ്ങിച്ചാലൊന്നും എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്. അപ്പോഴാണ് മഹീന്ദ്ര പുതിയൊരു 7 സീറ്റർ EV മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്നത്. ബട്ട് ഇതേ വാഹനത്തിന്റെ ICE വേർഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ EV മോഡൽ ഏകദേശം 3.5-4 ലക്ഷത്തോളം രൂപ കോസ്റ്റ്ലിയർ ആണ്. ബട്ട് സ്റ്റിൽ ഞങ്ങൾ EV വേരിയന്റ് ആയ 9S എന്ന വാഹനം തന്നെയാണ് ബുക്ക് ചെയ്തത്. അതിനൊരു ഒറ്റ കാരണമുള്ളൂ, തമിഴ്നാട്ടിലെ ഇലക്ട്രിക് കാറുകൾക്ക് റോഡ് ടാക്സ് ഇല്ല. എന്റെ ഭാര്യയുടെ പേരിലെ ഈ വണ്ടി തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് ഏകദേശം 2,60,000 രൂപ ഞങ്ങൾക്ക് ഓൺ റോഡ് പ്രൈസിൽ കുറവുണ്ടായിട്ടുണ്ട്. സോ ടെക്നിക്കലി ഒരു ICE വേരിയന്റിന്റെ വിലയ്ക്ക് ഒരു EV കാർ സ്വന്തമാക്കാൻ പറ്റി. ഗവൺമെന്റിന്റെ ഈ ഒരു നയം തമിഴ്നാട്ടിലെ EV വാഹന വിപണിക്ക് വലിയൊരു പൊട്ടൻഷ്യൽ ആണ് കൊടുക്കുന്നത്. അവിടുത്തെ റോഡുകളിൽ അത് എവിഡന്റ് ആണ്. ഗ്രാമങ്ങളിൽ പോലും ഒരുപാട് EVകളെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും.